രാഹുൽ രക്ഷിച്ച കൂദാശ തൊഴിലാളികളും അമ്പലം വിഴുങ്ങികളും. രാഹുൽ വിഷയം ആളിക്കത്തിച്ചതോടെ രക്ഷപ്പെട്ടത് 10 കൊല്ലം കേരളത്തെ ഭരിച്ചു മുടിപ്പിച്ച തീവട്ടി വിജയനും കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് സ്വന്തം നിക്കറിനകത്ത് ഭദ്രമാക്കുവാൻ ശ്രമിച്ച നെട്ടൂർ കേക്കച്ചനും മാത്രമായിരുന്നില്ല. പിന്നെയോ കത്തോലിക്ക സഭയിലെ അനേകം കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികളും നൈറ്റ് തൊഴിലാളികളും ചില അമ്പലം വിഴുങ്ങികളും ഒക്കെയായിരുന്നു. 4.5 മാസം മുമ്പ് രാഹുൽ വിഷയം ആദ്യം ആളിക്കത്തിച്ചപ്പോൾ ആദ്യം രക്ഷപ്പെട്ടത് കത്തോലിക്ക സഭയിലെ പെണ്ണുകേസിൽപ്പെടുന്ന കുപ്പായത്തൊഴിലാളികളെ, പ്രത്യേകിച്ച് മെത്രാന്മാരെ നന്നായി വെളുപ്പിച്ചെടുക്കുക എന്ന സ്പെഷ്യൽ ടാസ്ക് ഏറ്റെടുത്ത് കൃത്യമായും വൃത്തിയായും ചെയ്തുകൊണ്ടിരുന്ന എന്തും ചെയ്യും കുമാരൻ എന്നറിയപ്പെട്ടിരുന്ന മാനന്തവാടി രൂപതയിലെ നോബിൾ പാറയ്ക്കൻ എന്ന പാതിരിയാണ്. പാതിരാത്രി പാതിരാ കൂദാശ കഴിഞ്ഞ് അടിച്ച് വെളിവില്ലാതെ കാറിൽ പാഞ്ഞപ്പോൾ എതിരെ വന്ന ബൈക്ക് യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളഞ്ഞ കുമാരൻ നോബിളിനെ പോലീസ് പിന്നാലെ പാഞ്ഞ് വയനാട്ടിൽ വെച്ച് പിടിക്കുകയായിരുന്നു. പതിവ് പോലെ പോലീസിനെ സ്വാധീനിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും വൈറലാകുകയും ഞങ്ങളുടെ അന്വേഷണത്തിൽ നോബിൾ കുമാരൻ ആ കേസ് അഡ്വാൻസ് ചെയ്ത് കോടതിയിൽ പെറ്റിയടച്ച് രക്ഷപ്പെട്ടു എന്നും കണ്ടെത്തിയത്. ഈ വാർത്ത വിവാദമാകുവാൻ തുടങ്ങിയപ്പോഴാണ് രാഹുലിൻ്റെ ആദ്യ കേസ് കത്തിക്കയറിയതും കുമാരൻ നോബിൾ വെള്ളമടിച്ച് ലക്കുകെട്ടുണ്ടാക്കിയ ആ ആക്സിഡൻറ്റ് ആവിയായി പോയത്. അതുപോലെ കത്തോലിക്ക സഭ വളരെ പാടുപെട്ട് വളർത്തിക്കൊണ്ടുവന്ന മാതൃക ദമ്പതികളാണ് ജിജി മാരിയോ ദമ്പതികൾ. ദമ്പതികളായാൽ മാരിയോ ജിജി ദമ്പതിമാരെ പോലെ ആകണം എന്നതായിരുന്നു കത്തോലിക്ക സഭയുടെ പുതിയ പഠിപ്പിക്കൽ. സുലൈമാൻ എന്ന ഒന്നാന്തരം ഒരു കാക്കയെ കെണിവെച്ച് പിടിച്ച് മാമോദിസ മുഖിച്ച് മാരിയോ എന്ന പേരുമിട്ട് ജുബയും ഇടിവിപ്പിച്ച് പോട്ട എന്ന ഇപ്പോൾ പൊട്ടിപ്പോയ പൈശാചിക കേന്ദ്രത്തിലിട്ട് ഫോർമാറ്റ് ചെയ്ത് നന്നായി വഴറ്റിച്ചുഴറ്റി പുറത്തിറക്കിയ ആ മുതലിൻ്റെ യഥാർത്ഥ ഗുണം പുറത്തു വരികയും അത് ഭാര്യ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. വളരെ സമർത്ഥമായി ചാരിയൂറ്റി കച്ചവടം നടത്തി സുഖിച്ച് ജീവിച്ചു വരുമ്പോഴാണ് വീതം വെപ്പിനെ ചൊല്ലി മാതൃകാ ദമ്പതികൾ തമ്മിലടിച്ച് തലയടിച്ച് പൊട്ടിച്ചത്. ഈ വിഷയം വലിയ വിവാദമായി കത്തോലിക്ക സഭയ്ക്ക് മൊത്തത്തിൽ നാണക്കേട് ഉണ്ടാക്കുന്ന സമയത്താണ് രാഹുലിനെതിരെ 2ാം വ്യാജ പരാതി ഉയർന്നു വരുന്നതും അതിൽ മുങ്ങി സുലൈമാനും ജിജിയും രക്ഷപ്പെടുന്നതും കത്തോലിക്ക സഭ വീണ്ടും രക്ഷപ്പെടുന്നതും. വചനക്കച്ചവടം പോയാൽ അച്ചാർ കച്ചവടം എന്നും പറഞ്ഞ് ഈ മാതൃകാ ദമ്പതികൾ 2 വഴിക്ക് ഇരുന്ന് ഇപ്പോൾ കച്ചവടം ചെയ്യുന്നു. കുടുംബകലഹവും ഇവർ കണ്ടൻ്റാക്കുന്നു. അതുപോലെ അമിത്ഷാ വരുന്നതിന് തൊട്ട് മുന്നോടിയായി കത്തോലിക്ക സഭയുടെ മൂക്കുകയറിൽ തന്നെ പിടുത്തമിടുക എന്ന ലക്ഷ്യത്തോടെയാവണം ഫ്രാങ്കോ കേസിലെ പരാതിക്കാരി തൻ്റെ പേരും ഐഡൻറ്റിറ്റിയും വെളിപ്പെടുത്തി മടത്തിലമ്മയുടെ അതേ വേഷത്തിൽ വന്ന് സംഘീ മുതലാളിമാരുടെ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ഏഷ്യനെറ്റിലെ വാർത്താ തൊഴിലാളി വിനു വി ജോണിന് മുന്നിൽ ഒരു അഭിമുഖം നൽകി മനസ്സു തുറന്നത്. മൊത്തത്തിൽ ദാരിദ്ര്യമാണ് ജീവിതമെന്നും ജീവിതം കഷ്ടപ്പാടിലാണെന്നും അവർ വെളിപ്പെടുത്തി. വലിയ വിവാദമാകേണ്ടുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ രാഹുലിനെതിരായ 3ാം പരാതി പൊങ്ങി വന്നു. അതിൽ മടത്തിലമ്മയുടെ അഭിമുഖം മുങ്ങിപ്പോയി. കത്തോലിക്ക സഭ വീണ്ടും രക്ഷപ്പെട്ടു. ആരെക്കൊണ്ട്? രാഹുലിനെ കൊണ്ട്. അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ പാതിരിമാരെങ്കിലും രാഹുലിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സഭ നാറാതെ കാത്ത രാഹുലിന് വേണ്ടി നീയൊക്കെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ വേറെ ആര് പ്രാർത്ഥിക്കും? അതോടൊപ്പം രാഹുലിനെതിരെയുള്ള പരാതി രക്ഷപ്പെടുത്തിയ മറ്റൊരു വിശുദ്ധ തിരുടൻ കള്ളര് രാജീവരാണ്. ഈ കള്ളൻ കണ്ടരര് അറസ്റ്റിലായി ജയിലിൽ തറയിൽ കിടക്കാതെ AC റൂമിൽ കിടക്കാനായി ICUവിൽ അഡ്മിറ്റാക്കി. എന്തു പറഞ്ഞ്? ദേഹാസ്വാസ്ഥ്യം എന്നും പറഞ്ഞ്. എന്തായിരുന്നു കണ്ടരര് കള്ളറിൻ്റെ കുരു? അയ്യപ്പൻ്റെ സ്വർണം മോട്ടിക്കുക എന്നതാണ് ആ കുരു. അത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റാക്കിയാൽ ചികിത്സിച്ചാൽ മാറുന്ന കുരുവാണോ? അല്ല. ഇവിടെയൊക്കെയാണ് പിണറായി വിജയൻ്റെ ആ തരവഴികൾ നാം മനസ്സിലാക്കേണ്ടുന്നത്, നമിക്കേണ്ടുന്നത്. തന്ത്രിയെ ഗത്യന്തരമില്ലാതെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ആ ഉപഹാരം ചെയ്തു കൊടുത്തു. AC ഉള്ള ICUവിലാക്കി. ഓൺലൈനിൽ വന്ന ഒരു പരാതി എടുത്ത് പരാതിക്കാരുടെ മൊഴി പോലും നേരിട്ട് രേഖപ്പെടുത്താതെ, പ്രോട്ടോകോൾ പാലിക്കാതെ, ജാമ്യമില്ലാ വകുപ്പുകൾ, ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചാർത്തി രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു, അറസ്റ്റ് ചെയ്തു, അകത്തിട്ടു. വലിയ വിവാദമായി. തന്ത്രിയും മന്ത്രിമാരും രക്ഷപ്പെട്ടു. ഇത് തന്ത്രിയിൽ നിന്നും തിരുട്ട് മന്ത്രിസഭയിലെ മന്ത്രികളിലേക്ക് എത്താതിരിക്കുവാൻ ADGPയുടെ തന്തയാണ് സ്വർണ്ണക്കള്ളൻ, ഈ മോൻ്റെ മോന്മാരാണ് കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്നത് എന്ന നഗ്നസത്യം കേരളത്തിലെ കഴുതകൾ മനസ്സിലാക്കാതെ ഇരുന്നാൽ 3ാം ഊഴവും കടുംവെട്ടിലുള്ള അവസരം കിട്ടുമെന്ന് കരുതിയാണ് ഈ ശ്രദ്ധ തിരിക്കൽ നാടകം ഇവർ നടത്തിയത്. ഈ സത്യം വിളിച്ചു പറഞ്ഞവരെ
നിശബ്ദരാക്കുവാൻ ജാമ്യമില്ലാ വകുപ്പിലിട്ട് ചറപറ കേസുകളെടുത്തു. ഇത് കണ്ട് കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരോട് ജഡ്ജിമാർ പറഞ്ഞത് കാപർക്കിക്കൊണ്ട് നടന്നവന്മാരെ പോലീസ് സേനയിൽ ചവിട്ടിക്കയറ്റതുകൊണ്ടാണ് ഭാരതീയ ന്യായസംഹിത എടുത്ത് ഈ മോന്മാർ ദുരുപയോഗം ചെയ്യുന്നത് എന്നാണ്. എന്നിട്ടും ഇവന്മാർ അടങ്ങുന്നില്ല. വീണ്ടും ആ തരവഴികൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ശശിയെപ്പോലെയുള്ള കാപർക്കികൾ പറയുന്നത് കേട്ട് അട്രാക്റ്റ് ചെയ്യാത്ത വകുപ്പുകളിട്ട് കേസെടുക്കുവാൻ വിധിക്കപ്പെട്ട പോലീസ് സേനയിലെ അടിമകളോട് പറയുവാനുള്ളത്, ഈ അന്തംഗമ്മികൾ ജാമ്യമില്ലാ വകുപ്പുകളിട്ട് കേസെടുക്കുവാൻ പറയുമ്പോൾ നിങ്ങൾ പറയണം, സാർ ഈ കേസ് കോടതിയിലെത്തുമ്പോൾ അത് കീറിപ്പറഞ്ഞു പോകും, ഞങ്ങളുടെ തന്തയ്ക്ക് വിളിക്കും എന്ന്. അട്രാക്റ്റ് ചെയ്യാത്ത വകുപ്പുകൾ ദയവായി ഇടാൻ പാടില്ല, അത് ഞങ്ങളോട് അങ്ങനെ പറയരുത് എന്ന് പറയണം. വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞരമ്പന്മാർക്കിട്ട് കളിക്കുവാനുള്ളതല്ല BNS എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ സാറിൻ്റെ കുഞ്ഞമ്മയായിരിക്കണം കോടതികളിൽ ഇരിക്കുന്നത് എന്നും പറയണം. അകത്താക്കിയാലും ഇവർ അടുത്ത ദിവസം പുറത്തിറങ്ങിയാൽ തുണി ഉരിയും എന്ന് പറഞ്ഞു കൊടുക്കണം. വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കണമെങ്കിൽ ഇത് അപ്പൻ്റെ വകയായിരിക്കണം എന്ന് ഇവർ മനസ്സിലാക്കണം. അതിലെല്ലാം ഉപരി ജനങ്ങളെല്ലാം ഈ തന്തയില്ലായ്മ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശത്ത് കിട്ടിയതൊന്നും കൊണ്ടും പഠിച്ചില്ലേ എന്ന് ചോദിക്കണം. എന്നിട്ടും ഇവന്മാർക്ക് ചൊറിച്ചിൽ മാറുന്നില്ലെങ്കിൽ വീണ്ടും പണി തുടരാൻ ആവശ്യപ്പെടുക. താനെ പഠിച്ചുകൊള്ളും. സത്യം വിളിച്ചു പറഞ്ഞാൽ, സത്യസന്ധമായി വാർത്തകൾ ചെയ്താൽ, ജയിലോട്ട് ഇപ്പുറോ വന്നാൽ വെറും മലരാണ് എന്നും പറഞ്ഞ് നടക്കുന്നവന്മാരുടെ തുമ്പിക്കയിൽ തൂങ്ങി ഊഞ്ഞാലാടാൻ ശ്രമിച്ചാൽ അവസാനം വിജയ നീ നാണം കെടും എന്നോർക്കണം. അതുപോലെ വെറും 3 മാസം കൂടിയേ നിൻ്റെ ഈ ഷോ ഓഫ് ഉള്ളൂ എന്നും ഓർക്കണം. അത് കഴിഞ്ഞാൽ വിജയ നിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നിനക്കൊക്കെ ഒന്ന് ചിന്തിക്കാമോ? അതുകൊണ്ട് വലിയ ആവേശമൊന്നും വേണ്ട. ഇതിനൊക്കെ വെറും മലര് വിലയെ എന്നെപ്പോലെയുള്ളവർ നൽകൂ. ജയിലെങ്കിൽ ജയില്, മലരെങ്കിൽ മലര്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.